ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു നാടൻ സാമ്പാറാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. സാമ്പാറിൽ വളരെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വെജിറ്റബിൾസിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസാണ് ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് ഉപയോഗിച്ച് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മുരിങ്ങക്കായ ഇതേപോലെ നീളത്തിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് കേട്ടോ അരിഞ്ഞു വെച്ചതാണത്. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം, ഒരു 3 വെണ്ടയ്ക്ക, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി. ഇതിൽ വലിയ ഉള്ളി ചേർക്കില്ല കേട്ടോ, സവാളയുടെ ആവശ്യമില്ല. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ രുചി. ഒരു 10-12 അല്ലെങ്കിൽ 15 വരെയൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. അത് വലിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാമ്പാർ ഉണ്ടാക്കാം. അതിൽ ഈ സാമ്പാറിന് പറ്റിയ ഏറ്റവും ടേസ്റ്റുള്ള വെജിറ്റബിൾസാണ് അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ മല്ലിപ്പൊടി നല്ല ഫ്ലേവറുള്ള മല്ലിപ്പൊടിയാണ്. വീട്ടിൽ തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. കടായിലൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി മല്ലിപ്പൊടി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വേണ്ടത് മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ട്, കുറച്ച് എരിവുള്ള മുളക് പൊടി ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ ഞാൻ ഈ മെഷർ ചെയ്യുന്ന ടേബിൾ സ്പൂണിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലെവൽ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വടിച്ചിട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇങ്ങനെ കൈക്കണക്കായിട്ടാണ് എടുക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അളന്നെടുത്തിട്ട് അളവ് പറയുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരമാണ് വേണ്ടത്. ഇത് കൂടി പോകരുത് കേട്ടോ, നാളികേരം 1/2 കപ്പ് കറക്റ്റാണ്. പിന്നെ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പാണ്. ഇതൊരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിറച്ചു നിൽക്കുന്നില്ല. 1/2 കപ്പ് കണ്ടില്ലേ, ഉള്ളിലേക്കായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. 1/2 കപ്പ് സാമ്പാർ പരിപ്പ്. ഇതിപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 7.5 ടേബിൾ സ്പൂൺ പരിപ്പാണ് കേട്ടോ. ഇനി ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ കുതിർത്താൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ശരിയാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് കുതിർന്ന് കിട്ടും. പിന്നെ വേണ്ടത് വാളൻപുളിയാണ്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർന്ന ശേഷം അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ പുളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂട്ടിയിട്ടൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഏതാണ്ടൊരു കണക്ക് പറഞ്ഞതാണ്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ. പിന്നെ കായം പൊടിയാണ് ചേർക്കുന്നത്. കായത്തിൻ്റെ അളവ് ഞാൻ ചേർക്കുമ്പോൾ പറയാം. നിങ്ങൾക്ക് കട്ടിക്കായം ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. അപ്പോൾ ആദ്യം ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഈ വെണ്ടയ്ക്ക അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക വഴറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു വഴുവഴുപ്പ് ഉണ്ടായിരിക്കും, അത് സാമ്പാറിൻ്റെ ടേസ്റ്റ് പോവും. ചെറിയ ഉള്ളി മുഴുവനോടെ ഇടണം കേട്ടോ, അല്ലാതെ സ്ലൈസ് ചെയ്യരുത്. ഇതിലേക്ക് ഒരു 2-3-4 കഷ്ണം വഴുതനങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ സെയിം കടായിൽ തന്നെ ആ ഉലുവ ഒന്ന് ചേർത്തിട്ട് ചുവക്കെ വറുത്തെടുക്കണം. ഉലുവ ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരും 1 കതിർപ്പ് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വറക്കുക. നല്ല വറുത്ത മണം വരുന്ന വരെ വറുത്തെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാവും, അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ഇപ്പോൾ ഇതാ നല്ല വറുത്ത മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. മല്ലിപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറണം. മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു മൂത്ത മണം വരാൻ തുടങ്ങും മല്ലിപ്പൊടിയുടെ. ആ സമയത്ത് അവസാനം മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ വറക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കായത്തിൻ്റെ പൊടി ചേർക്കണം. കട്ടിക്കായ ആണെങ്കിൽ ആദ്യമേ ചേർക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒരു 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അത് ആ കടായിയുടെ ചൂടുകൊണ്ട് തന്നെ ആയിക്കോളും. അതുകൊണ്ടാണ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ചേർക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. മഷി പോലെ അരച്ചെടുക്കരുത്, ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അങ്ങനെ മിനുസാവണ്ട. കഷ്ണം ആദ്യം വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാൻ പിന്നീടാണ് കാണിച്ചത്. പക്ഷേ ഈ അരപ്പ് റെഡി ആവുന്ന സമയം കൊണ്ട് കഷ്ണം വെന്ത് കിട്ടും. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഈ പരിപ്പ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുമ്പളങ്ങ ചേർക്കുക. പിന്നെ ഈ വഴറ്റി വെച്ചത് വെണ്ടയ്ക്ക ചേർക്കരുത്. ഉള്ളി ചേർക്കുക, പച്ചമുളക് ചേർക്കുക. ഇത് 3 മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 വിസിൽ. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷർ എത്രയും നിൽക്കുക വെച്ചാൽ അതിനനുസരിച്ച് കേട്ടോ. തീരെ പ്രഷർ നിൽക്കാത്തൊക്കെയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് സിമ്മിലിടാം. അല്ല നല്ല പ്രഷർ നിൽക്കുന്നതാണെങ്കിൽ 2-3 വിസിൽ ധാരാളമാണ്. ഇപ്പോൾ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ സാമ്പാറിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അതിൻ്റെ ഷേപ്പ് കിടക്കണം ആ പരിപ്പ്. നന്നായിട്ട് വേവണം. പക്ഷേ അതിങ്ങനെ ഉടഞ്ഞു പോവാതെ പേസ്റ്റ് ആവാതെ രീതിയിൽ കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, തക്കാളി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഓവറായിട്ട് വേവിക്കരുത്. അപ്പോൾ ഇതാ കഷ്ണം പാകത്തിന് വെന്തിട്ടുണ്ട്, കൂടുതലൊന്നും വെന്തിട്ടില്ല. ഇതിലേക്ക് പുളിയും കൂടിയും ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. പുളി നന്നായിട്ട് വെന്ത ആ മണം വരാൻ തുടങ്ങും. ഇനി നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി ഉപ്പ് ആവശ്യത്തിന് വേണ്ടത് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇടുക. അതുപോലെ തന്നെ അരപ്പും കൂടിയും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക. ആ അരപ്പ് ആ മസാലയൊക്കെ ഒന്ന് കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കണം. ഇനി കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുള്ള വെള്ളം ചേർക്കണം കേട്ടോ. തണുത്ത വെള്ളം ചേർക്കരുത്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്, കട്ടിയുള്ള സാമ്പാറാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ലൂസാക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സാമ്പാർ റെഡിയായി. ഇനി അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു ലേശം മല്ലിയില ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള വറവ് ഇടാം. വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഉണക്കമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് വറുത്തിട്ടതാണത്. ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. നല്ല ടേസ്റ്റുള്ള സാമ്പാർ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്